ഒരു നൂറ്റാണ്ട് മുമ്പുള്ള ഒരു മകരമാസം പകലിന് കനം വയ്ക്കുകയാണ്. ആ 4 വയസ്സുകാരൻ്റെ കൈയും പിടിച്ച് നടക്കുകയാണ് അച്ഛൻ ശങ്കരൻ. എവിടേക്കാ പോകുന്നതെന്ന ചോദ്യത്തിന് അച്ഛൻ ചൂണ്ടിക്കാണിച്ചത് പാടവക്കിലെ ഒരു ഓലക്കുടിലേക്കാണ്. അവിടെ തൻ്റെ അമ്മയുണ്ടെന്ന അറിവ് അവൻ്റെ ഉള്ളിൽ നടുത്ത ഓർമ്മകൾ ഉണർത്തി. വസൂരി ദീനം മൂർച്ഛിച്ചതിനാൽ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. ദിവസങ്ങളായി അവൻ അമ്മയെ അന്വേഷിച്ച് കരയുന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം അമ്മ ഒരിടം വരെ പോയിരിക്കുകയാണെന്ന് മറ്റുള്ളവർ സമാധാനിപ്പിച്ചു. കുടിലിൻ്റെ ഓലമറയിലെ പഴുതിലൂടെ അവൻ്റെ വിടർന്ന കണ്ണുകൾ ഉള്ളിലെ പാതി വെളിച്ചത്തിൽ അമ്മയെ തിരഞ്ഞു. അവൻ കണ്ടു തറയിൽ തളർന്നു കിടക്കുന്ന അമ്മയെ. അമ്മ ബുദ്ധിമുട്ടി കൈയുയർത്തി കാണിച്ചു. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അവൻ കണ്ടില്ല. നടന്നകലുന്ന തൻ്റെ മകനെ ഓലയുടെ വിടവിലൂടെ കണ്ടുകൊണ്ട് അക്കമ്മ കിടന്നു. അവൻ നടന്നകന്ന് പട്ടിണിയും ദുരിതങ്ങളെയും അതിജീവിച്ച് പരീക്ഷണങ്ങളുടെ തീക്കടൽ താണ്ടി മലയാളക്കരയുടെ മുഖ്യമന്ത്രിയാകുന്നത് ആ അമ്മ കാലത്തിൻ്റെ മറുകരയിലിരുന്ന് പിന്നീട് കണ്ടു. 7ാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തിയതെന്താ എന്ന് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചപ്പോൾ VS-ന്റെ മുഖത്ത് മ്ലാനത പടർന്നു. പുസ്തകങ്ങളുടെ കാര്യം പോട്ടെ, 1-2 മൈൽ നടന്നു വേണം സ്കൂളിൽ പോകാൻ. ഒരു നേരമെങ്കിലും ആഹാരം കഴിക്കണ്ടേ? പട്ടിണിയും അനാഥത്വവും താറുമാറാക്കിയ ബാല്യം കരഞ്ഞു തീർക്കാതെ പൊരുതി കയറുകയായിരുന്നു VS. കൗമാരത്തിലേക്ക് കടന്നപ്പോൾ ചേട്ടൻ്റെ അടുക്കൽ നിന്ന് തുന്നൽ പഠിച്ചു. പിന്നീട് ആസ്പിൻവാൾ കയർ ഫാക്ടറിയിൽ ജോലിക്ക് ചേർന്നു. അവിടെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾ സജീവമായി. അക്കാലത്ത് തന്നെ P. കൃഷ്ണപിള്ളയെ പരിചയപ്പെട്ടതാണ് VS-ന്റെ ജീവിതത്തിലെ വഴിത്തിരിവ്. അച്യുതാനന്ദൻ്റെ ഉള്ളിലെ അഗ്നിജ്വാലയെ തൊട്ടറിഞ്ഞ കൃഷ്ണപിള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം നൽകി. അതും വെറും 17-ാം വയസ്സിൽ. പകലന്തിയോളം കഠിനാധ്വാനം ചെയ്ത് തളർന്നിരിക്കുന്ന തൊഴിലാളികളുടെ ശ്രദ്ധ ആകർഷിക്കുവാനാണ് അംഗവിക്ഷേപങ്ങളോടുകൂടിയ പ്രസംഗശൈലി രൂപപ്പെടുത്തിയെടുത്തത്. ബാല്യത്തിൽ ഇത്രയും കൊടിയ ദാരിദ്ര്യം അനുഭവിച്ച നേതാക്കൾ തുലവും വിരളമാണ്. VS-ന്റെ ജീവിതത്തിൽ തിരിച്ചുവരവുകളുടെ ഒരു പരമ്പര തന്നെ ദർശിക്കാനാവും. തിരിച്ചടികളുടെ അഗാധതയിൽ നിന്ന് ജീവിതം തിരികെ പിടിച്ച നേട്ടത്തിൻ്റെ ഉന്നതിയിലേക്ക് കയറാനുള്ള അദ്ദേഹത്തിൻ്റെ മെയ്വഴക്കം, ഇച്ഛാശക്തി അപാരമാണ്. 1946 ഒക്ടോബർ മാസം പുന്നപ്പറയിൽ സായുധ സമരത്തിൻ്റെ തയ്യാറെടുപ്പുകൾ നടക്കുന്നു. വെടിവെപ്പുണ്ടാകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അന്ന് അവിടെ അറിയപ്പെട്ടിരുന്ന നേതാവായ VS-നെ പൂഞ്ഞാറിലേക്ക് മാറ്റി. എങ്കിലും രാത്രി VS പുന്നപ്പറയിലെ ക്യാമ്പുകളിലേക്ക് രഹസ്യമായി എത്തി സമരസന്നാഹങ്ങൾ വിലയിരുത്തിക്കൊണ്ടേയിരുന്നു. വാരിക്കുന്തവുമായി സഹാക്കൾ പട്ടാളത്തിനെയും പോലീസിനെയും നേരിടാൻ തയ്യാറെടുത്തു. ഒക്ടോബർ 23-ാം തീയതി വെടിവെയ്പ്പ് നടന്നു. അവിടേക്ക് പോകാൻ തയ്യാറായ VS-ന് അവിടെ എത്താൻ കഴിഞ്ഞില്ല. തിരികെ പൂഞ്ഞാറിലെത്തിയപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടിയ മർദ്ദനവും ബയനറ്റ് പ്രയോഗവുമൊക്കെ ചേർന്ന് ആസന്ന മരണനായി തീർന്ന VS-നെ കൂടെയുണ്ടായിരുന്ന കോവാലൻ എന്ന കള്ളൻ്റെ സംയോജിതമായ ഇടപെടലാണ് ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത്. നേരിൻ്റെ വഴിയിൽ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചപ്പോൾ പലപ്പോഴും പാർട്ടിക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അങ്ങനെ പലതവണ അച്ചടക്ക നടപടികൾ നേരിടേണ്ടി വന്നു. അതൊന്നും പക്ഷേ VS-നെ തളർത്തിയില്ല. 1996-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി. പട നയിച്ച VS പക്ഷെ പാർട്ടിയിലെ അകപ്പോരിൽപ്പെട്ട് മാരാരിക്കുളത്ത് തോൽക്കുകയായിരുന്നു. പട ജയിച്ചു, പടനായകൻ തോറ്റു. EK നായനാർ മുഖ്യമന്ത്രിയായി. 2001 ഇലക്ഷനിൽ VS വീണ്ടും നായകനായി. അപ്പോൾ പടനായകൻ ജയിച്ചപ്പോൾ പട തോൽക്കുകയായിരുന്നു. പക്ഷെ പ്രതിപക്ഷ നേതാവെന്ന തൻ്റെ 2ാമത്തെ അവസരം ഒരു പുതിയ VS-നെ സൃഷ്ടിച്ചു. വർഗീയതയ്ക്കും സ്വജനപക്ഷപാതത്തിനും പരിസ്ഥിതി നശീകരണത്തിനുമെതിരെ VS തെരുവിലും കോടതിയിലും നിയമസഭയിലും പോരാടി. പ്രതിപക്ഷ നേതാവെന്ന പദവിക്ക് ഒരു പുതിയ പാഠം ചമയ്ക്കുകയായിരുന്നു VS. മതികെട്ടാനിലും എൻഡോസൾഫാൻ ബാധിത പ്രദേശങ്ങളിലുമൊക്കെ കാലം തളർത്താത്ത ആ പോരാളിയെത്തി കാര്യങ്ങൾ പഠിച്ചു. നിയമസഭയിലും പൊതുവേദിയിലും ഉന്നയിച്ചു. ജനകീയ നിലപാടുകൾ എടുത്ത് സർക്കാരിനെ നിരന്തരം അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ നേർവഴിക്ക് നയിച്ചു. അത് നിർണായക തീരുമാനങ്ങൾക്ക് കാരണമായി. കുറച്ച് വാക്കുകൾ കൊണ്ട് സമൂഹ മനസ്സിൽ ചലനം സൃഷ്ടിച്ചു. സ്ത്രീ സുരക്ഷയ്ക്കായി സന്ധിയില്ലാ സമരം ചെയ്തു. 2006 ഇലക്ഷനായപ്പോൾ VS കേരള മനസാക്ഷിയുടെ ശബ്ദമായി മാറുകയായിരുന്നു. എന്നാൽ ആ ഇലക്ഷനിൽ പടനായകനെ പടയിൽ പങ്കെടുക്കാൻ അനുവദിക്കാതെ പാർട്ടി വമ്പുകാട്ടി. അന്നോളം കേരളം ദർശിക്കാത്ത അത്രയും ശക്തമായ പ്രതിഷേധമിരമ്പി. തെരുവുകളിൽ ജനങ്ങൾ VS-നായി ശബ്ദമുയർത്തി. പടയും പടനായകനും ജയിച്ചു കയറി. അതും ഇടതുമുന്നണിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം. അത് ശരിക്കും VS-ന്റെ വിജയമായിരുന്നു. തകർച്ചയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവുകൾ അത്ഭുതാവഹമാണ്. അങ്ങനെ പാർട്ടിക്ക് മുകളിൽ ജനമനസ്സുകളിലായി VS-ന്റെ ഇരിപ്പിടം.